സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 75.75% പോളിംഗ് രേഖപ്പെടുത്തി. രണ്ട് ഘട്ടങ്ങളിലുമായി 73.51% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഒന്നാം ഘട്ടത്തിൽ 70.91% പോളിംഗും രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള പൊതു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇതേവരെ ലഭിച്ച കണക്ക് പ്രകാരം 73.51% പോളിംഗ് പെർസെൻറ്റേജ്. ഫസ്റ്റ് ഫേസിൽ 70.91% ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇതേവരെയുള്ള കണക്ക് പ്രകാരം 75.74% ആകെയുള്ള പോളിംഗ് പെർസെൻറ്റേജ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം 1995 മുതൽ ഇതേവരെ നടത്തിയ 7 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തത് ഈ പൊതു തെരഞ്ഞെടുപ്പിലായിരുന്നു. RB സനൂപ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി. സനൂപ്, എന്തായാലും രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങിങ്ങായി ചെറിയ ചില പരാതികൾ ഉയർന്നു വന്നതൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലേതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതുപോലെ ഇതുവരെ നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു. 1995 ശേഷം നടന്ന 7 തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മികച്ച പോളിംഗ് തന്നെ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. രണ്ട് ഘട്ടങ്ങളിലുമായിട്ട് 73.51% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തുന്ന സമയത്തുള്ള ഇതായിരുന്നു. ഇപ്പോൾ പുതിയ കണക്ക് പ്രകാരം 73.56% മൊത്തം പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ 70.91% പോളിംഗ്. രണ്ടാം ഘട്ടം എത്തിയപ്പോൾ അത് 75.75%. ഇനി വോട്ടെണ്ണൽ തുടങ്ങുന്നത് മറ്റന്നാൾ രാവിലെ 8 മണി മുതലാണ്. ഡിസംബർ 21 പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്യുക. കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് രാവിലെ 11 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സമയം എന്നും പറയിച്ചിട്ടുണ്ട്. 3 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ആ അവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും. അതായത് 21 ശേഷം മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാനുള്ള 3 ഇടങ്ങളിൽ, അതായത് മാറ്റിവെച്ച് പല കാരണങ്ങളിൽ മാറ്റിവെച്ച 3 ഇടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഇതിന് ശേഷമായിരിക്കും നടക്കുക. അതേപോലെ തന്നെ ഇത്തവണ ഈ ഇടയ്ക്കൊക്കെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ തകരാറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പൊതുവെ ഈ ഇലക്ട്രോണിക് മെഷീനിൽ 3 മുതൽ 4% വരെ ഈ തകരാറ് സംഭവിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇത്തവണ 1.37% മാത്രമായിരുന്നു മെഷീൻ തകരാറുണ്ടായതെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ അപാകതകൾ മറ്റുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ആ വോട്ടർ പട്ടികയിലെ അപാകതകൾ എല്ലാം തന്നെ അത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് കമ്മീഷൻ അതിന് ഒരു വിശദീകരണം നൽകുന്നത്. അതേപോലെ തന്നെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി ശ്രീലേഖ പ്രീപോൾ സർവേ ഫലം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെടുക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചത്.